പുറത്ത് നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനുള്ളൊരു സീക്രട്ട് ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള 2 സവാള ഇതേപോലെ നീളത്തിൽ കനം കുറഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി ഇത്രയൊന്ന് ചതച്ചെടുത്തത്, പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ തിരുമ്മിയെടുക്കണം. ആ സവാളയിലത്തെ നീരൊക്കെ ഒന്ന് വരുന്നവരെ വേണം കേട്ടോ ഒന്ന് തിരുമ്മിയെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നും ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സവാള എത്രയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കടലപ്പൊടി ചേർത്ത് കൊടുക്കാൻ. 2 ടീസ്പൂൺ കടലപ്പൊടിക്ക് ഒരു 1.5 ടീസ്പൂണോളം അരിപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ നിന്നുള്ള ആ ഒരു സവാളയുടെ നീര് വെച്ചിട്ട് തന്നെ ഇതേപോലെ മിക്സ് ആയിട്ട് കിട്ടും. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ പോലെയാക്കുക. അതിനുശേഷം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രധാന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് വെക്കരുത്. അപ്പം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് നല്ല ക്രിസ്പി, പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ടിപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.